DPN എന്ന് പറയുന്നത് ഡെർമറ്റോസിസ് പാപ്പിലോസിസ് നൈഗ്ര എന്ന് പറയുന്ന ഒരു സ്കിൻ കണ്ടീഷനാണ്. ഇത് കൂടുതലായിട്ടും ബ്ലാക്ക് കളറിൽ അല്ലെങ്കിൽ ബ്രൗൺ കളറിൽ സ്കിന്നിൽ കാണുന്ന ഒരു ചെറിയ ഔട്ട് ഗ്രോത്ത്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സ്കിന്നിൻ്റെ ഏറ്റവും സൂപ്പർഫിഷ്യൽ ലെയറായ എപ്പിഡെർമിസിൽ നിന്നും ഡെവലപ്പ് ചെയ്യുന്ന ചെറിയ ഔട്ട് ഗ്രോത്ത്സിനാണ് നമ്മൾ DPN എന്ന് പറയുന്നത്. ഇത് കൂടുതലായിട്ടും ഫേസിലും നെക്കിലുമാണ് കാണുന്നത്. മെയിൻലി ചീക്സ്, അതുപോലെ തന്നെ കണ്ണിൻ്റെ ചുറ്റിനുമുള്ള ഏരിയാസിലും, ഫോർഹെഡ്, നെക്ക്, ചെസ്റ്റ്, ബാക്ക് ഈ ഏരിയാസിലൊക്കെയാണ് കാണുന്നത്. ഇത് ഉണ്ടാവുന്നതിൻ്റെ റീസൺ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ജനറ്റിക് ഫാക്ടർ തന്നെയാണ്. അതായത് നമുക്കൊരു പോസിറ്റീവ് ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ, നമ്മുടെ പേരൻസിനോ സിബ്ലിങ്സിനോ ഇതുപോലത്തെ ലീഷൻസ് ഉണ്ടെങ്കിൽ നമുക്കും ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ ഒരു നോർമൽ സ്കിന്നിൻ്റെ ഏജിങ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടും ഇതുപോലെ നമുക്ക് DPNs ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ഇനി ഇതൊരു മെഡിക്കൽ എമർജൻസിയോ അല്ലെങ്കിൽ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടൊരു ട്രീറ്റ്മെൻറ്റ് വേണ്ടുന്ന ഒരു കാര്യമല്ല. പക്ഷെ നമുക്ക് പുറത്തുനിന്ന് ഒരാൾ കാണുമ്പോൾ ഒരു കോസ്മെറ്റിക് കൺസേൺ എന്നുള്ള രീതിയിലാണ് മിക്കവാറും ആൾക്കാർ നമ്മുടെ അടുത്ത് ട്രീറ്റ്മെൻറ്റിന് വരാറ്. ഇനി ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഇലക്ട്രോ കോട്ടറി, റേഡിയോ ഫ്രീക്വൻസി, അതുപോലെ തന്നെ CO2 ലേസർ ട്രീറ്റ്മെൻറ്റ്സ് ആണ് മെയിൻലി നമ്മൾ ചെയ്യുന്നത്. ടോപ്പിക്കൽ ക്രീംസ് കൊണ്ട് അങ്ങനെ ഇതിനൊരു ക്യൂർ ഉണ്ടാവത്തില്ല. ഇലക്ട്രോ കോട്ടറി എന്ന് പറയുമ്പോൾ നമ്മൾ യൂഷ്വലി ഒരു 30 minutes നമ്മിങ് ക്രീം അപ്ലൈ ചെയ്യും പേഷ്യൻറ്റിന് വേദന എടുക്കാതിരിക്കാനായിട്ട്. അതിനുശേഷം ഇലക്ട്രിക്കൽ എനർജിയാണ് നമ്മൾ പാസ് ചെയ്യുന്നത്. അത് ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് ചെറിയ ബേൺസ് ഉണ്ടാക്കുകയാണ്. അങ്ങനെ ആ വഴി അത് കരിച്ചു കളയാണ് നമ്മൾ ചെയ്യുന്നത്. സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ് CO2 ലേസറിലും നമ്മൾ യൂസ് ചെയ്യുന്നത്.